Hi all, welcome you all to Econometrica. എന്റെ പേര് കാവ്യ. അപ്പൊ നമ്മള് തുടങ്ങുകയാണ് അല്ലെ. നമ്മൾ ഇന്ന് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് പോകുന്നത് എക്കണോമെട്രിക് മോഡൽസിനെ കുറിച്ചാണ്. അപ്പൊ എക്കണോമെട്രിക്സിന്റെ ഏരിയയിലേക്ക് നമ്മൾ കടന്നു കഴിഞ്ഞാൽ നമുക്ക് പലതരത്തിലുള്ള മോഡലുകളും പരിചയപ്പെടാനായി സാധിക്കും. അതിൽ ഒന്നാമത്തതാണ് ലീനിയർ റിഗ്രഷൻ മോഡൽ എന്ന് പറയുന്നത്. നമ്മുടെ എക്കണോമെട്രിക്സിൽ തന്നെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള വളരെ ബേസിക് ആയിട്ടുള്ള ഒരു മോഡലാണ് ലീനിയർ റിഗ്രഷൻ മോഡലുകൾ എന്ന് പറയുന്നത്. It uses ordinary least square to estimate the relationship between an outcome variable and one or more explanatory variable. ഒന്നോ അതിലധികമോ explanatory variableഉം outcome variableഉം തമ്മിലുള്ള റിലേഷൻഷിപ്പിനെ എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ എത്തരത്തിലുള്ള മോഡലുകൾ ഉപയോഗിക്കുന്നത്, ഇത്തരത്തിലുള്ള ലീനിയർ റിഗ്രഷൻ മോഡലുകൾ എന്ന് പറയുന്നത്. അപ്പൊ ശ്രദ്ധിക്കുക, ലീനിയർ റിഗ്രഷൻ മോഡൽ എന്ന് പറഞ്ഞാൽ നമ്മൾ അവിടെ എന്ത് യൂസ് ചെയ്യുന്നുണ്ട്? ഓർഡിനറി ലീസ്റ്റ് സ്ക്വയർ മെത്തേഡ് യൂസ് ചെയ്യുന്നുണ്ട് അല്ലെ. മാത്രമല്ല നമുക്കറിയാം, ഇപ്പൊ നമ്മളൊരു റിലേഷൻ എഴുതുന്നു. സേ ഫോർ എക്സാമ്പിൾ, നമ്മൾ എക്കണോമിക്സിൽ ഒരു തിയറി ക്വാണ്ടിറ്റി ഡിമാൻഡഡ് ഇസ് എ ഫംഗ്ഷൻ ഓഫ് പ്രൈസ്. അപ്പൊ നമുക്കറിയാം ഇതെന്താണ്? നമ്മുടെ ഔട്ട്കം വേരിയബിൾ ആണ് അല്ലെ. അതായത് പ്രൈസിൽ വരുന്ന വ്യത്യാസങ്ങൾക്കനുസരിച്ച് എന്തിൽ മാറ്റങ്ങൾ വരുന്നു? നമ്മുടെ ക്വാണ്ടിറ്റി ഡിമാൻഡഡില് മാറ്റങ്ങൾ വരുന്നു. നമുക്ക് തീർച്ചയായിട്ടും അറിയാം ക്വാണ്ടിറ്റി ഡിമാൻഡഡും പ്രൈസും തമ്മിൽ എന്ത് ബന്ധമാണ്? ഒരു ഇൻവേഴ്സ് ആയിട്ടുള്ള റിലേഷൻഷിപ്പ് ആണ്. പ്രൈസിൽ വരുന്ന പ്രപ്പോർഷൻ, അതായത് പ്രൈസ് കൂടുമ്പോൾ ഡിമാൻഡ് കുറയുന്നു. അപ്പൊ ഇത്തരത്തിൽ നമുക്ക് ഇവിടെ ഒരു ഇൻഡിപെൻഡന്റ് വേരിയബിൾ അല്ലെങ്കിൽ ഒരു എക്സ്പ്ലനേറ്ററി വേരിയബിൾ, ഓർക്കുക ഇൻഡിപെൻഡന്റ് വേരിയബിളിന് മറുപേരുകളാണ് എക്സ്പ്ലനേറ്ററി വേരിയബിൾ എന്ന് പറയുന്നത്, അതുപോലെ തന്നെ റിഗ്രസർ എന്ന് പറയുന്നത്. അപ്പം ഇത്തരത്തിൽ ഇൻഡിപെൻഡന്റ് വേരിയബിള് എങ്ങനെയാണ് ഔട്ട്കമ്മിനെ ഇമ്പാക്ട് ചെയ്യുന്നത് എന്നുള്ളൊരു പ്ലെയിൻ റിലേഷൻഷിപ്പ് നമ്മൾ OLS ഉപയോഗിച്ച് പഠിക്കുകയാണെങ്കിൽ അതിനെയാണ് ഫ്രണ്ട്സ് എന്തായി വിളിക്കുന്നത്? ലീനിയർ റിഗ്രഷൻ മോഡലുകൾ എന്ന് വിളിക്കുന്നത്. ഇതിനെ നമുക്ക് രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാം. ഓർക്കുക, ലീനിയർ റിഗ്രഷൻ മോഡലിനെ നമുക്ക് രണ്ടായി ക്ലാസിഫൈ ചെയ്യാം. ഒന്നാമത്തത് സിമ്പിൾ ലീനിയർ റിഗ്രഷൻ മോഡലും രണ്ടാമത്തത് മൾട്ടിപ്പിൾ ലീനിയർ റിഗ്രഷൻ മോഡലുമാണ്. ഓർക്കുക, ഒന്നും കൂടെ പറയാം, ലീനിയർ റിഗ്രഷൻ മോഡലാണ് ശരിക്കും നമ്മുടെ മോഡലുകളിൽ, എക്കണോമെട്രിക് മോഡലുകളിൽ ഏറ്റവും ബേസിക് മോഡൽ എന്ന് പറയുന്നത്. ലീനിയർ റിഗ്രഷൻ മോഡലില് എന്താ ജനറലി വരുന്നത്? അതായത് നമ്മുടെ എക്സ്പ്ലെയിനേറ്ററി വേരിയബിളും അതുപോലെ തന്നെ ഔട്ട്കം വേരിയബിളും തമ്മിലുള്ള ഒരു റിലേഷൻഷിപ്പിനെയാണ് അവിടെ പോസ്റ്റുലേറ്റ് ചെയ്യുന്നത്. ഇതിന് നമുക്ക് എങ്ങനെ പറയാനായി സാധിക്കും? രണ്ട് രീതിയിലാണ് ക്ലാസിഫൈ ചെയ്യാനായി സാധിക്കുന്നത്. ഒന്ന് സിമ്പിൾ ലീനിയർ റിഗ്രഷൻ എന്നും രണ്ട് മൾട്ടിപ്പിൾ ലീനിയർ റിഗ്രഷൻ എന്നും. സിമ്പിൾ ലീനിയർ റിഗ്രഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? സേ ഫോർ എക്സാമ്പിൾ ക്വാണ്ടിറ്റി ഡിമാൻഡഡ് ഇസ് എ ഫംഗ്ഷൻ ഓഫ് പ്രൈസ്. അതായത് ഡിപെൻഡന്റ് വേരിയബിൾ ഒരു ഇൻഡിപെൻഡന്റ് വേരിയബിൾ അല്ലെ. ഇനി രണ്ടിൽ കൂടുതൽ അല്ലെങ്കിൽ രണ്ടല്ലെങ്കിൽ അതിലും കൂടുതൽ ഇൻഡിപെൻഡന്റ് വേരിയബിളുകൾ വരികയാണെന്ന് വിചാരിക്കുക. രണ്ടോ അതിൽ കൂടുതലോ ഇൻഡിപെൻഡന്റ് വേരിയബിളുകൾ വരികയാണെങ്കിൽ അത്തരത്തിലുള്ള വേരിയബിൾസിനെ അല്ലെങ്കിൽ അത്തരത്തിലുള്ള റിലേഷൻഷിപ്പ് പോസ്റ്റുലേറ്റ് ചെയ്യുന്നതിനെയാണ് മൾട്ടിപ്പിൾ ലീനിയർ റിഗ്രഷൻസ് എന്ന് പറയുന്നത്. ശരിക്കും പല അനാലിറ്റിക്കൽ ഫ്രെയിംവർക്കിലും ഇത്തരത്തിലുള്ള ലീനിയർ മോഡലുകളുടെ ഉപയോഗം വർദ്ധിച്ചു വരുന്നതായി നമുക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പൊ അതാണ് നമ്മളുടെ ആദ്യത്തെ മോഡല് ലീനിയർ. ടീച്ചർ ഒന്നുകൂടെ പറഞ്ഞു തരാം. ലീനിയർ റിഗ്രഷൻ മോഡൽ ഓർഡിനറി ലീസ്റ്റ് സ്ക്വയർ ആണ് ഉപയോഗിക്കുന്നത്. അവിടെ എക്സ്പ്ലനേറ്ററി വേരിയബിളും ഔട്ട്കം വേരിയബിളും തമ്മിലുള്ള ബന്ധമാണ്. രണ്ട് തരത്തിലാണുള്ളത്, സിമ്പിളും മൾട്ടിപ്പിളും. സിമ്പിൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ് വരുന്നത്? ഒരു ഇൻഡിപെൻഡന്റ് വേരിയബിളും ഡിപെൻഡന്റ് വേരിയബിളും തമ്മിലുള്ള ബന്ധം. രണ്ടോ അതിലധികമോ ഇൻഡിപെൻഡന്റ് അല്ലെങ്കിൽ എക്സ്പ്ലനേറ്ററി അല്ലെങ്കിൽ റിഗ്രസർ വേരിയബിള് നമ്മളുടെ ഔട്ട്കവുമായിട്ടുള്ള ബന്ധത്തിനെയാണ് റെപ്രസെന്റ് ചെയ്യുന്നതെങ്കിൽ അതിനെ വിളിക്കുന്നത് മൾട്ടിപ്പിൾ ലീനിയർ റിഗ്രഷൻ മോഡലുകൾ എന്നാണ്. അടുത്തത് ഏതാണ്? അടുത്തതായി വരുന്നത് ലോഗ് ലീനിയർ മോഡലാണ്. അതായത് നമ്മളുടെ ഡിപെൻഡന്റ് അല്ലെങ്കിൽ ഇൻഡിപെൻഡന്റ് വേരിയബിളിലേക്ക് ലോഗരിതമിക് അപ്ലിക്കേഷൻ. എന്തിനാ ലോഗരിതം? നമുക്ക് ആ ഇന്റൻസിറ്റി ഓഫ് ചേഞ്ച് അറിയണം അല്ലെ. സേ ഫോർ എക്സാമ്പിൾ ക്വാണ്ടിറ്റി ഡിമാൻഡഡ് ഒരു ബേസിക് എക്സാമ്പിൾ ആയിട്ടാണ് ഞാൻ അത് തന്നെ പറയുന്നത്. ക്വാണ്ടിറ്റി ഡിമാൻഡഡ് ഇസ് എ ഫംഗ്ഷൻ ഓഫ് പ്രൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയണം പ്രൈസിന് എത്ര ശതമാനമാണ് അല്ലെങ്കിൽ പ്രൈസിന്റെ എത്ര ഇന്റൻസിറ്റി ഓഫ് ദാറ്റ് വേരിയേഷൻ ആണ് നമ്മളുടെ ഡിമാൻഡിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നതെന്ന് അല്ലെ.
അല്ലാതെ നമ്മൾ ഡിമാൻഡും പ്രൈസും തമ്മിൽ ഇൻവേഴ്സ് ബന്ധാന്ന് പറഞ്ഞാൽ ഇറ്റ് വോണ്ട് വർക്ക്. നമുക്ക് എന്താ അറിയണം, വളരെ സ്പഷ്ടമായിട്ട് എത്രയാ അതിന്റെ ഇമ്പാക്ട് അല്ലെങ്കിൽ അതിന്റെ ചേഞ്ചസ് വരുന്നത്, അതിനെക്കുറിച്ച് വളരെ വ്യക്തമായിട്ടുള്ളൊരു ധാരണ നമുക്ക് ഉണ്ടായിരിക്കണം. അപ്പൊ അതിനായി നമ്മളെ സഹായിക്കുന്നതാണ് എന്ത്, ഇത്തരത്തിലുള്ള ലോഗ് ലീനിയർ മോഡൽസ് എന്ന് പറയുന്നത്. This allows for the estimation of elasticity and accommodates non-linear relationship between variables. Variables തമ്മിൽ എത്തരത്തിലുള്ള റിലേഷൻഷിപ്പ് ആണ് ഒറിജിനേറ്റ് ചെയ്യുന്നത്, ഏത് തരത്തിലുള്ള പാറ്റേൺസ് ആണ് ഒറിജിനേറ്റ് ചെയ്യുന്നത്, നമുക്ക് വളരെ സ്പഷ്ടമായിട്ടും വളരെ കൃത്യമായിട്ടും അത് അറിഞ്ഞിരിക്കണം. അപ്പൊ നമ്മൾ ഒരു ലീനിയർ മോഡൽ എടുക്കുകയും അതിന്റെ അകത്തേക്ക് ഒരു ലോഗരിതമിക് അപ്ലിക്കേഷൻ, അതായത് we have to know about the intensity of relation, അതിനായി നമ്മളെ സഹായിക്കുന്നതിനെയാണ് ലോഗ് ലീനിയർ മോഡൽസ് എന്ന് പറയുന്നത്. ജനറലി നമ്മളുടെ ക്രോസ് സെക്ഷണൽ ഡാറ്റകളിലാണ് ഇത് കൂടുതലും ഉപയോഗിക്കുന്നത്. ലേബർ, ട്രേഡ്, ഫിനാൻസ്. അപ്പൊ ഇതിലൊക്കെ നമുക്ക് എന്താ അറിയേണ്ടത്, ഇന്റൻസിറ്റി ഓഫ് ചേഞ്ചസ് അറിയേണ്ട ആവശ്യമുണ്ട് അല്ലെ. എത്ര ശതമാനമാണോ മാറ്റം വന്നത്, വലിയ ലെവലിൽ മാറ്റം വന്നിട്ടുണ്ടോ അതോ കുഞ്ഞു ലെവലിലാണോ മാറ്റം, വി ഹാവ് ടു അഡയർ ടു ഓൾ ദോസ് പ്രിൻസിപ്പിൾസ്. അപ്പം അതെല്ലാം അറിയാനായിട്ട് നമ്മൾ സഹായിക്കുന്ന ഒരു മോഡലാണ് ലോഗ് ലീനിയർ മോഡൽ എന്ന് പറയുന്നത്. അപ്പൊ ഓർത്ത് വെക്കുക, വീഡിയോടൊപ്പം തന്നെ പഠിക്കുക. ആദ്യത്തെ മോഡൽ എന്തായിരുന്നു, ലീനിയർ റിഗ്രഷൻ മോഡൽ അല്ലെ. രണ്ടാമത്തെ മോഡൽ എന്താ, ലോഗ് ലീനിയർ മോഡൽ. മൂന്നാമത്തെ പാനൽ ഡാറ്റ മോഡൽ. അതായത് ഈ ഫേംസ്, ഹൗസ് ഹോൾഡ്സ്, കൺട്രീസ് ഇവരുടെയൊക്കെ ഡാറ്റ വെച്ചിട്ട് സപ്പോസ് നമ്മൾ പഠിക്കുകയാണെന്ന് വിചാരിക്കാം, അതിനെയാണ് പാനൽ ഡാറ്റ മോഡൽ എന്ന് പറയുന്നത്. സേ ഫോർ എക്സാമ്പിൾ ക്രോസ് സെക്ഷണൽ അല്ലെങ്കിൽ ടൈം സീരീസ് അനാലിസിസ് ഉപയോഗിച്ച് നമ്മൾ ഒരു ഫേമിന്റെ പെർഫോമൻസോ ഒരു ഹൗസ് ഹോൾഡ് ഡാറ്റയോ, സേ ഫോർ എക്സാമ്പിൾ നമ്മൾ സെൻസസ് ഒക്കെ കളക്ട് ചെയ്യാറുണ്ട് അല്ലെ. നമുക്കറിയാം 10 വർഷം, ഇപ്പൊ സെൻസസ് ഡാറ്റ റീസെന്റ് ആയിട്ട് എന്ത് ചെയ്തിട്ടില്ല, പബ്ലിഷ് ചെയ്തിട്ടില്ല. ശരിക്കും 2021 പബ്ലിഷ് ചെയ്യേണ്ടതായിരുന്നു അല്ലെ, പബ്ലിഷ് ചെയ്തിട്ടില്ല. അപ്പം അങ്ങനെ നമുക്ക് ഡാറ്റ എൻട്രി ചെയ്യാൻ അല്ലെങ്കിൽ ഡാറ്റ ലഭിക്കാൻ വേണ്ടിയിട്ട് പലതരത്തിലുള്ള ഓപ്ഷൻസിലേക്കും നമ്മൾ മൊബിലൈസ്ഡ് ആവുകയാണ് അല്ലെങ്കിൽ യൂട്ടിലൈസ്ഡ് ആവുകയാണെന്ന് വിചാരിക്കുക. അതിനെയാണ് പാനൽ ഡാറ്റ മോഡൽസ് എന്ന് പറയുന്നത്. ശരിക്കും നമുക്ക് ഡൈനാമിക് റിലേഷൻഷിപ്പുകളെ കുറിച്ചാണ് അറിയാനായി സഹായിക്കുന്നത് അല്ലെ. സേ ഫോർ എക്സാമ്പിൾ നമ്മൾ സെൻസസിൽ പോവുകയാണെങ്കിൽ സെൻസസിൽ നമുക്ക് എങ്ങനെ പറയാനായി പറ്റും, നമുക്ക് പലതരത്തിലുള്ള കുടുംബങ്ങളെയും എന്ത് ചെയ്യാം, ഇന്റർവ്യൂ ചെയ്യാം. പലതരത്തിലുള്ള വ്യക്തികളെയും നമുക്ക് എന്ത് ചെയ്യാം, ഇന്റർവ്യൂ ചെയ്യാനായിട്ടുള്ള ഒരു ഓതറൈസേഷൻസ് നമുക്ക് അവൈലബിൾ ആണ് അല്ലെ. അപ്പൊ അങ്ങനെ അതും ഇവരുടെ ബേസിക് ആയി 2011 ഡാറ്റേനെ 2021 ഡാറ്റയുമായി ഡാറ്റ അവൈലബിൾ അല്ല, കമ്പയർ ചെയ്യാം. അപ്പൊ എന്താണ് മാറ്റം വന്നത്, ചിലപ്പോ 2011 പല പേർക്കും ജോലി ഉണ്ടാവില്ല അല്ലെ. 2021 ആയപ്പോഴേക്ക് കല്യാണം കഴിഞ്ഞിട്ടുണ്ടാവും, കുട്ടികൾ ഉണ്ടായിട്ടുണ്ടാവും, ജോലി ലഭിച്ചിട്ടുണ്ടാവും, ഒരുപാട് ട്രാൻസ്മിഷൻ നടന്നിട്ടുണ്ടാവും. അപ്പൊ അത്തരത്തിൽ ട്രാൻസ്മിഷനെ കുറിച്ച് അറിയാനായിട്ടും നമ്മൾ എന്ത് സഹായിക്കും, പാനൽ ഡാറ്റകള് സഹായിക്കും. നെക്സ്റ്റ് ഇസ് ടൈം സീരീസ് മോഡൽ. അപ്പൊ അതായത് നമുക്ക് ഒരു ഓവർ ടൈം പീരീഡില് എങ്ങനെയാണ് നമ്മളുടെ എക്കണോമിക് ഡാറ്റ അസംഷൻസ് നടക്കുന്നത്, അല്ലെങ്കിൽ ഒരു ടൈം പീരീഡിന്റെ ബേസിസിൽ സേ ഫോർ എക്സാമ്പിൾ ലാഗ്, ട്രെൻഡ്, സൈക്കിൾസ്, അങ്ങനെയല്ല, സൈക്കിൾസ് മീൻസ് ബിസിനസ് സൈക്കിൾ ഫ്ലക്ച്വേഷൻസ്, അങ്ങനെയുള്ള കാര്യങ്ങളെ കുറിച്ചെല്ലാം നമുക്ക് അറിയാനായി സഹായിക്കുന്നതിനെയാണ് ടൈം സീരീസ് മോഡൽ എന്ന് പറയുന്നത്. ഓട്ടോ റിഗ്രസീവ് മോഡൽ ഇതിന്റെ ഒരു വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. അവരെന്താ ചെയ്യണേ, കറണ്ട് വാല്യൂവിനെ പാസ്റ്റ് വാല്യൂ ആയിട്ട് ബ്ലെൻഡ് ചെയ്യുക ചെയ്യുന്നത്. സേ ഫോർ എക്സാമ്പിൾ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് ഈ ബാഗി ജീൻസിന്റെ കേസ് അല്ലെ. അതുപോലെ തന്നെ വളരെ പോപ്പുലർ ആയിട്ടുള്ള ചില പ്രൊഡക്ട്സ്, അത് പണ്ടൊക്കെ എങ്ങനെയാ വെച്ചിട്ടുണ്ടെങ്കിൽ അത്ര പോപ്പുലർ ആയിരിക്കില്ല, അല്ലെങ്കിൽ അത്രത്തോളം ഒന്നും ആൾക്കാരിലേക്ക് എന്ത് ചെയ്യാൻ സാധിച്ചിട്ടുണ്ടാവില്ല, റീച്ച് ചെയ്യാനായിട്ട് സാധിച്ചിട്ടുണ്ടാവില്ല അല്ലെ. എന്നാൽ ഇന്ന് വളരെയധികം അത് ഫേവറബിൾ ആവുകയും മാത്രമല്ല ട്രെൻഡിനനുസരിച്ച് ആ ടൈം പീരീഡ് ഫ്ലക്ച്വേഷൻസിനനുസരിച്ചിട്ട് മൂവ് ചെയ്യാനായി സാധിക്കുകയും ചെയ്യുന്നു. അപ്പൊ അത്തരത്തിൽ സഹായിക്കുന്ന മോഡലുകളെയാണ് ടൈം സീരീസ് മോഡൽ എന്ന് പറയുന്നത്. ടൈം സീരീസ് മോഡൽ എന്ന് പറയുമ്പോൾ നമുക്ക് പല രീതിയിലുണ്ട്. മൂവിംഗ് ആവറേജ് മോഡൽ ഉണ്ട്, അതിനെ കുറിച്ചൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും. മൂവിംഗ് ആവറേജ് മോഡൽസ് ഉണ്ട്. അതുപോലെ തന്നെ ഓട്ടോ റിഗ്രസീവ് ഇന്റഗ്രേറ്റഡ് മൂവിംഗ് ആവറേജ്, അറീമ, MA, AR എല്ലാം നമ്മൾ വീഡിയോസിൽ ഡിസ്കസ് ചെയ്യുന്നതാണ്. അപ്പൊ ഇതിലൊക്കെ ബേസിക്കലി അവർ ട്രൈ ചെയ്യുന്നത് എന്താ, ട്രെൻഡ് അറിയാൻ വേണ്ടിയിട്ട് അല്ലെ. അതായത് പാസ്റ്റ് ട്രെൻഡ് പ്രസന്റ് ഫാക്ടറിനെ എങ്ങനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നു എന്നുള്ളതാണ് നമുക്ക് അവിടെ അറിയേണ്ടതായിട്ട്
ഉള്ളത്. അടുത്തത് ഇൻസ്ട്രുമെന്റ് വേരിയബിൾ മോഡല്. നമുക്ക് എന്താ അറിയേണ്ടത്? ഇൻസ്ട്രുമെന്റ് വേരിയബിൾസ് ഹെൽപ്പ് എസ്റ്റിമേറ്റ് കോസൽ റിലേഷൻ. എന്താ കോസ് മീൻസ്? കോസൽ മീൻസ് കോസും ഇഫക്റ്റും റിലേഷൻഷിപ്പിനെയാണ് ഈ കോസൽ എന്ന് പറയുന്നത് അല്ലെ. വെൻ എക്സ്പ്ലനേറ്ററി വേരിയബിൾസ് ആർ എൻഡോജീനിയസ് മീനിങ് കോറിലേറ്റഡ് വിത്ത് ദ എറർ ടേം. പലപ്പോഴും എന്ത് സംഭവിക്കാം എന്ന് വെച്ചാൽ നമ്മൾ ഈ പഠിക്കുന്ന എക്സ്പ്ലനേറ്ററി വേരിയബിൾസ്, ഇപ്പൊ ഒരു ഓർഗനൈസേഷൻ ഉണ്ട് എന്ന് വിചാരിക്കുക. ഈ ഓർഗനൈസേഷനെ പുറത്തുനിന്ന് ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഒരുപാട് ഫാക്ടേഴ്സ് കാണുമല്ലോ. ഇപ്പൊ ഗവൺമെന്റ് പോളിസീസ് ആണെങ്കിലും അതുപോലെ ട്രേഡിംഗ് ആക്ടിവിറ്റീസ് ആണെങ്കിലും ഒക്കെ ഇൻഫ്ലുവൻസ് ചെയ്യും. ചില സമയത്ത് എന്ത് സംഭവിക്കുക വെച്ചാൽ പലതരത്തിലുള്ള സിറ്റുവേഷൻസ് എക്കണോമിക് ഡിപ്രഷൻസ് സംഭവിക്കാം, എക്കണോമിക് വേഴ്സ് സംഭവിക്കാം, പലതരത്തിലുള്ള സിറ്റുവേഷൻസ് വരാം. അത് നമ്മുടെ എക്സ്പ്ലനേറ്ററി വേരിയബിൾസിൽ ഇമ്പാക്ട് ക്രിയേറ്റ് ചെയ്യാം. ഇപ്പൊ സേ ഫോർ എക്സാമ്പിൾ ഒരു റിസഷന്റെ സിറ്റുവേഷൻ ആണ് അല്ലെങ്കിൽ ഡിപ്രഷൻ ആണെങ്കിൽ ഗവൺമെന്റ് പോളിസി അവിടെ അതിനെ ഇമ്പാക്ട് ചെയ്യും അല്ലെ. അപ്പൊ ആ ഗവൺമെന്റ് പോളിസീസ് ഇമ്പാക്റ്റഡ് ആകുമ്പോൾ സേ ഫോർ എക്സാമ്പിൾ ഞാനൊരു ഓണ്ടർപ്രീനർ ആണെങ്കിൽ എന്നെയും അത് ഇൻഫ്ലുവൻസ് ചെയ്യും അല്ലെ. ഗവൺമെന്റിന്റെ സപ്പോർട്ട്, കാരണം അവർക്ക് ഒന്നാമത് നിലനിൽക്കാൻ സാധിക്കുന്നില്ല, ഫണ്ട് ഇല്ല. സോ അവരൊന്ന് സ്ട്രോങ് ആവേണ്ട ആവശ്യമുണ്ട്. ഇഫ് ദേ ആർ നോട്ട് സ്ട്രോങ്, ഹൗ വിൽ ഐ ഗെറ്റ് ദ ഫണ്ട്? എനിക്ക് ഫണ്ട് കിട്ടില്ല, മൊബിലൈസ് ചെയ്യാനും പറ്റില്ല. അപ്പൊ അവിടെയും എന്തുണ്ട്? പ്രാക്ടിക്കൽ ഡിഫിക്കൽട്ടീസ് എന്ന് പറയുന്നത് അറൈസ് ചെയ്ത് വരാനുള്ള സാധ്യതകള് ഉണ്ട്. അപ്പൊ അത്തരത്തിൽ നമ്മുടെ ഇൻഡിപെൻഡന്റ് വേരിയബിളിനെ ഏത് തരത്തിലാ ഇമ്പാക്ട് വരുന്നത്? സീരിയസ് ആയിട്ടുള്ള ഇമ്പാക്ട് വരുന്നത്. വി ഹാവ് ടു അഡയർ ടു ഓൾ ദോസ് കൺസിഡറേഷൻ. അപ്പൊ അതെല്ലാം അറിയാനായി നമ്മളെ സഹായിക്കുന്ന മോഡൽസിനെയാണ് ഇൻസ്ട്രുമെന്റൽ വേരിയബിൾ മോഡൽസ് എന്ന് പറയുന്നത്. Valid instruments are variables uncorrelated with the error but correlated with explanatory variable. നല്ലൊരു ഇൻസ്ട്രുമെന്റ് എന്ന് പറഞ്ഞാൽ ഇറർ ടേംസ് പാടില്ല, മിസ്റ്റേക്സ് പാടില്ല അല്ലെ. വളരെ കൃത്യമായി എക്സ്പ്ലനേറ്ററി വേരിയബിൾ എന്താണോ മീൻ ചെയ്യുന്നത് ആ എക്സ്പ്ലനേറ്ററി വേരിയബിളിന് വളരെ ഇംപ്രിന്റ് ആയി, ഗവൺമെന്റ് പോളിസി ആയിക്കൊള്ളട്ടെ, ഫോറിൻ ട്രേഡ് ആയിക്കൊള്ളട്ടെ, they must not be correlated with error. യാതൊരു തരത്തിലുള്ള പ്രോബ്ലംസോ റെക്ടിഫിക്കേഷൻസോ എല്ലാം അവൈലബിൾ അതിന് ആയിരിക്കണം. ഇതിന് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള രണ്ട് മെത്തേഡ്സ് ടു സ്റ്റേജ് ലീസ്റ്റ് സ്ക്വയർ മെത്തേഡും IV മെത്തേഡുമാണ് ഇവിടെ നമുക്ക് അവൈലബിൾ ആയിട്ട് ഉള്ളത്. അപ്പൊ ഫ്രണ്ട്സ്, നമ്മൾ ഇന്ന് പഠിച്ചത് എക്കണോമെട്രിക് മോഡലുകളെ കുറിച്ചാണ്. അതിൽ നമുക്ക് ആദ്യമായി പറയാവുന്നത് ലീനിയർ റിഗ്രഷൻ മോഡലാണ്. ഓർഡിനറി ലീസ്റ്റ് സ്ക്വയർ റിലേഷൻഷിപ്പ് ഉപയോഗിച്ച് എക്സ്പ്ലനേറ്ററി വേരിയബിളും അതുപോലെ ഡിപെൻഡന്റ് വേരിയബിളും തമ്മിലുള്ള ബന്ധത്തിനെ സൂചിപ്പിക്കുന്ന മോഡലുകളെ ലീനിയർ റിഗ്രഷൻ മോഡൽ എന്ന് പറയും. അവ രണ്ട് രീതിയിലുണ്ട്, സിമ്പിൾ ആൻഡ് മൾട്ടിപ്പിൾ. സിമ്പിൾ എന്ന് പറഞ്ഞാൽ ഒരു എക്സ്പ്ലനേറ്ററി വേരിയബിളും അതുപോലെ തന്നെ ഒരു ഡിപെൻഡന്റ്. മൾട്ടിപ്പിൾ ആകുമ്പോൾ രണ്ടോ അതിലധികമോ എക്സ്പ്ലനേറ്ററി വേരിയബിൾ. ലോഗരിതമിക്, ആ ഇന്റൻസിറ്റി ഓഫ് റിലേഷനെ കുറിച്ച് അറിയാൻ നമ്മൾ അപ്ലൈ ചെയ്യുന്നതാണ് ലോഗ് ലീനിയർ മോഡലുകൾ. നമ്മൾ ഇതിന്റെ കൺസംഷൻ അല്ലെങ്കിൽ ഇതിന്റെ ഒരു ട്രെൻഡ് അറിയാൻ പാനൽ ഡാറ്റ നമുക്ക് ഉപയോഗിക്കാം. ടൈമിന്റെ ബേസിസിലാണെങ്കിൽ ടൈം സീരീസ് ഉപയോഗിക്കാം. എക്സ്പ്ലനേറ്ററി വേരിയബിളിന്റെ ഇമ്പാക്ട് അല്ലെങ്കിൽ എറർ കോൺസെപ്റ്റ്സിന് ഇമ്പോർട്ടൻസ് കൊടുക്കുകയാണെങ്കിൽ we can make use of instrumental variable model. I hope this is clear for all. ഇതുപോലെ നിങ്ങൾക്ക് ഇനി ഏതെങ്കിലും ടോപ്പിക് അത്യാവശ്യമായിട്ട് ആവശ്യമുണ്ട്, ഞങ്ങൾക്ക് എക്സാം ആണ് എന്നുള്ള ഒരു കൺസിഡറേഷൻ ഉണ്ടെങ്കിൽ you can mark your answers or you can mark your thing on the chat box. Okay, അപ്പൊ നമ്മൾ അത് അടുത്ത സെഷനിൽ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. So thank you and have a great day. Thank you all.